everyone. എൻ്റെ ക്ലാസ് 3ലെ എല്ലാ ചക്കരക്കുട്ടികളും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് മിസ് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് EVSൽ പഠിക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഗ്രീൻ എർത്ത് അല്ലെങ്കിൽ ഹരിതഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഒരു കുട്ടി ടോപ്പിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ്. അതായത് ഒരു ചെടിയിൽ അല്ലെങ്കിൽ ഒരു സസ്യത്തിന് ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യം നോക്കിക്കേ, ഇവിടെ ഗ്രീൻ കളറിൽ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? ലീഫ് അല്ലെങ്കിൽ ഇല എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ഈ ലീഫൊക്കെ എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? അതിൻ്റെ സ്റ്റെമ്മിലാണ് അല്ലേ? അപ്പോൾ അതേ നെക്സ്റ്റ് സ്റ്റെം, മലയാളത്തിൽ നമുക്ക് തണ്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തതാണ് ഇതേ നല്ല ഭംഗിയായിട്ട് അല്ലെ, നല്ലൊരു പിങ്ക് കളറിൽ നടുവിൽ ഇതേ ഒരു യെല്ലോ കളറായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാര്യം മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലവർ എന്ന് പറയുന്നത്. പൂവാണ്, പൂവ്. ഇനി നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതും നമ്മുടെ ചെടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരാളാണ്. ആര്? മണ്ണിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആളാണ്. യെസ്, നമുക്കറിയാം, അത് നമ്മുടെ റൂട്ടാണല്ലോ. റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം. ഫ്ലവർ, സ്റ്റെം, ലീഫ്, റൂട്ട് എന്ന് പറയും. ഇനി മലയാളം മീഡിയത്തിലുള്ള മക്കളാണെങ്കിൽ വേരിനെ നമുക്ക് എന്തും കൂടി പറയാൻ വേണ്ടി പറ്റും. വേരിനെ നമുക്ക് മൂലം എന്നും കൂടി പറയാൻ പറ്റും. സ്റ്റെമ്മിനെ തണ്ട് എന്നും പറയാം, അല്ലെങ്കിൽ കാണ്ഡം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇലയെ നമുക്ക് എന്ത് പറയാം? പത്രം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ മിസ് ഇവിടെ തന്നെ ഒരു ഭാഗം ലേബിൾ ചെയ്യാം. അതെന്താന്നുള്ളത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതെ, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്താണ് പറയാന്നുള്ളത് വേഗം ഒന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്ററൊക്കെ ഫുൾ സെറ്റായിട്ടൊക്കെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.